വിജയയാത്രയുടെ സമാപന സമ്മേളനം ശംഖുമുഖത്ത് ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. അതിലേക്ക് ഈ പരിവർത്തനത്തിന്റെ ഈ നാട്ടിലൊരു മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യവുമായിട്ട് ഇന്ന് ഇവിടെ അവസാനിക്കുന്നത്. लगभग 62 से ज्यादा बड़ी सभाएं और सैकड़ों गांव सभाओं के स्वागत को झिलते झिलते यात्रा आज समुद्र किनारे आकर समाप्त हो रही है. 62 വലിയ പൊതുയോഗങ്ങളും നിരവധി ചെറു സ്വീകരണങ്ങളും അതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ യാത്രയുടെ ഈ പ്രവാഹം ഈ സമുദ്രത്തിൽ അലിഞ്ഞു ചേരാൻ പോകുന്നത്. मगर ये यात्रा यहां समाप्त हो रही है. आज से नए संकल्प से आत्मनिर्भर केरल, नए केरल के संकल्प के साथ आज से भारतीय जनता पार्टी की प्रचार यात्रा का यहीं से शुरुआत हो रहा है. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നതോടുകൂടി കേരളത്തിൽ ഒരു സ്വയം പര്യാപ്ത കേരളത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ടുള്ള പുതിയ പ്രതിജ്ഞയുമായിട്ടുള്ള പ്രചരണം, അതിനുവേണ്ടിയിട്ടുള്ള ഒരു ജനമുന്നേറ്റം, ആ ജനമുന്നേറ്റത്തിന് തുടക്കം കുറിക്കപ്പെടുകയാണ് ഈ വേദിയിൽ. मित्रों, ये यात्रा के दौरान मेट्रोमैन ई श्रीधरन, उच्च न्यायालय के पूर्व न्यायाधीश पीएन रविंद्रन, मलपुरम के भूतपूर्व अध्यक्ष बाबू रजाक, ढेर सारे गणमान्य लोग पार्टी में शामिल हुए हैं. आज भी कई लोगों ने पार्टी में शामिल होने का पसंद किया है. ഈ യാത്രക്കിടയിലാണ് മെട്രോമാൻ ഇ ശ്രീധരൻ, ഹൈക്കോടതിയുടെ മുൻ ന്യായാധിപൻ ശ്രീ പി എൻ രവീന്ദ്രൻ ഉൾപ്പെടെ നിരവധി ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ വിജയയാത്രയുടെ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമായത്. ഇന്നിവിടെ ഈ വേദിയിൽ നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാകാൻ സന്നദ്ധരായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. मैं विशेष रूप से मेट्रोमैन श्रीधरन जी के लिए कुछ जरूर कहना चाहूंगा. ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് മെട്രോമാൻ ശ്രീധരൻ ജിയെ കുറിച്ച്. अपनी कैरियर एक इंजीनियर के नाते, एक प्रोफेसर के नाते शुरू करते करते अनेक विध राष्ट्र निर्माण के महत्वपूर्ण प्रोजेक्ट को समय पर पूरा करने का और ट्रांसपेरेंसी के साथ, पारदर्शिता के साथ पूरा करने का श्रेय श्रीमान श्रीधरन जी को जाता है. ഒരു എഞ്ചിനീയറായിട്ടും അധ്യാപകനായിട്ടും ജീവിതം ആരംഭിച്ച് അവിടെ നിന്ന് ഈ നാടിന്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പദ്ധതികൾ, ആ പദ്ധതികൾ സമയബന്ധിതമായി സുതാര്യമായി നടപ്പിലാക്കിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ ഇ ശ്രീധരൻ അവർകളുടേത്. मित्रों, इनको मेट्रोमैन कहते हैं क्योंकि देश की सबसे पहली मेट्रो इन्होंने बनाई. बाद में दिल्ली में भी मेट्रो का सफल रूप से प्रस्तावित कर इसको सफल करने में इनका बड़ा योगदान रहा. मगर मैं आज इस मंच से देश की जनता को बताना चाहता हूं, इससे भी बड़ा काम उन्होंने अगर किया है तो कोंकण रेलवे को समय पर पूरा करने का काम किया है. एक दृष्टि से इंजीनियरिंग एडवेंचर कोंकण रेलवे था. ശ്രീ ഇ ശ്രീധരൻ ജിയെ മെട്രോമാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം ഡൽഹി മെട്രോ, ആ മെട്രോ രൂപകൽപ്പന ചെയ്ത് അത് സമയബന്ധിതമായി നിർമ്മിച്ച് അത് ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച ഒരു അനുഭവം അതിന്റെ പേരിലാണ്. പക്ഷേ അതിനേക്കാൾ ഒട്ടും കുറവല്ലാത്ത അദ്ദേഹത്തിന്റെ നേട്ടമാണ് ഒരുപക്ഷെ ലോകത്തിലെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം. ആ നിർമ്മാണത്തിന് അദ്ദേഹം നൽകിയ നേതൃത്വം. और एक कोंकण रेलवे के कारण ही देश के दक्षिण हिस्से को जोड़ने का काम हुआ और देश के सबसे अविकसित क्षेत्र को विकास पहुंचाने का काम श्रीमान श्रीधरन जी ने किया है. ഈ കൊങ്കൺ റെയിൽവേ കൊണ്ടാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് ദക്ഷിണേന്ത്യയെ കൂടുതൽ വേഗതയിൽ എത്താൻ കഴിയുന്ന വിധത്തിൽ ബന്ധിപ്പിക്കാനും രാജ്യത്തിന്റെ അവികസിതമായിട്ടുള്ള താരതമ്യേന പുരോഗതി കുറഞ്ഞ പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലേക്ക് വികസനത്തിന്റെ സന്ദേശം എത്തിക്കാനും സാധിച്ചത്. मैं आज श्रीधरन जी को कहना चाहता हूं, मेरी आयु 56 साल की है. अभी से कई बार सोच आता है बहुत हो गया, मगर इस आयु में
आपका जज्बा देखकर हम सब लोगों को आपको सलाम करने का मन होता है कि आज भी राष्ट्र निर्माण करने का आपका उत्साह इतना ही है जितना युवावस्था में था। ഞാൻ ഈ വേദിയിൽ നിന്ന് ശ്രീ ശ്രീധരൻജിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അമിത്ഷാജിയുടെ വയസ്സ് അദ്ദേഹത്തിന് 56 വയസ്സായി. പലപ്പോഴും തോന്നാറുണ്ട് ഇതൊക്കെ മതിയാക്കേണ്ട സമയമായി എന്ന്. പക്ഷേ ഈ ശ്രീധരൻജിയുടെ ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ചുറുചുറുക്കും ഉത്സാഹവും കാണുമ്പോൾ, ഈ നാടിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം കാണുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ സല്യൂട്ട് ചെയ്യാൻ, അദ്ദേഹത്തിന്റെ മുന്നിൽ നമസ്കരിക്കാനാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. और मित्रों, इंफ्रास्ट्रक्चर निर्माण करने वाले मेट्रोमैन भारत निर्माण करने के लिए भारतीय जनता पार्टी को अपना माध्यम चुना है, इसका हम सबको आनंद है. ഈ നാട്ടിൽ പശ്ചാത്തല വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പദ്ധതികൾ, ആ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള ഈ ശ്രീധരൻ അദ്ദേഹം ഇന്ന് ഈ നാടിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാർഗമെന്ന് തീരുമാനിച്ചിരിക്കുന്നു, എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷം നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ये केरल एक जमाने में विकास के लिए जाना जाता था. इलिटरेसी को सबसे पहले देश में परास्त करने वाला राज्य ये मेरा केरल था. पर्यटन को इंडस्ट्री के रूप में प्रस्तावित करने वाला देश का सबसे पहला राज्य ये मेरा केरल था. और आज ये केरल एलडीएफ, यूडीएफ, यूडीएफ, एलडीएफ, एलडीएफ, यूडीएफ, बारी बारी ये सत्ता के चक्कर में राजनीतिक हिंसा और भ्रष्टाचार का अखाड़ा बन गया. ഒരു കാലത്ത് വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന സംസ്ഥാനമായിട്ടുള്ള കേരളം, ഒരു കാലത്ത് നിരക്ഷരതയെ തുരത്തുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന കേരളം, ഒരു കാലത്ത് വിനോദസഞ്ചാര മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് ലോകത്തിന് മുഴുവൻ മാതൃകയായിരുന്ന കേരളം, ഇന്ന് മാറി മാറി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ എൽഡിഎഫും യുഡിഎഫും എൽഡിഎഫും യുഡിഎഫും ഇവർ മാറി മാറി ഭരിച്ചുകൊണ്ട് രാഷ്ട്രീയ അക്രമങ്ങളുടെ വേദിയാക്കിയിട്ട് ഈ നാടിനെ മാറ്റിയിരിക്കുന്ന ദുസ്ഥിതിയിലാണ് എന്ന് പറയാതെ വയ്യ. मित्रों, एलडीएफ और यूडीएफ में एक हेल्दी कंपटीशन है. केरल को आगे बढ़ाने की नहीं, भ्रष्टाचार करने की. यूडीएफ आता है तो सोलर स्कैम करता है और एलडीएफ आता है तो डॉलर गोल्ड स्कैम करता है. ये दोनों में स्पर्धा लगी है स्कैम करने की. എൽഡിഎഫും യുഡിഎഫും തമ്മിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം, ഈ കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള മത്സരമായിരുന്നു നടന്നിരുന്നതെങ്കിൽ നമുക്ക് അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? അഴിമതിയുടെ കാര്യത്തിലുള്ള മത്സരമാണ്. യുഡിഎഫ് വരുമ്പോ സോളാർ ആണെങ്കിൽ എൽഡിഎഫ് വരുമ്പോ ഡോളർ കടത്താണ്. അങ്ങനെയുള്ള കോണങ്ങളും വെട്ടിപ്പുമാണ് ഇന്ന് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. अभी मैंने केरल के मुख्यमंत्री का बयान देखा कि केंद्रीय एजेंसियां, सेंट्रल एजेंसी राजनीतिक दबाव में काम कर रही है. मैं आज ये महान समुद्र के किनारे से केरल के मुख्यमंत्री को कुछ प्रश्न पूछना चाहता हूं और आपको कल इसका सार्वजनिक रूप से जवाब देना चाहिए. ഇവിടെ വന്നപ്പോ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി എന്നാണ്. ഞാൻ ഈ സമുദ്ര തീരത്ത് നിന്നുകൊണ്ട്, ഈ സമുദ്രത്തെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ഞാൻ ഈ പൊതുവേദിയിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. मित्रों, मैं मुख्यमंत्री जी को पूछना चाहता हूं कि डॉलर और सोना तस्करी के मुख्य आरोपी आपकी ऑफिस के, आपके अधीन काम करते थे या नहीं करते थे? हाँ या ना, केरल की जनता को आप बताइए. ഈ ഡോളർ കടത്ത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ആള് നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ആളാണോ അല്ലയോ എന്നൊന്ന് തുറന്നു പറയൂ. क्या आपके विभाग ने, आपकी सरकार ने उनको 1 महीने का 3 लाख का मासिक वेतन दिया था या नहीं दिया था? आप केरल की जनता को बताइए, हाँ और ना. ഈ സർക്കാരാണ് ആ പ്രതിയായിട്ടുള്ള വ്യക്തിയെ
ആ വ്യക്തിക്ക് പ്രതിമാസം 3 ലക്ഷം രൂപ ശമ്പളത്തിൽ നിങ്ങളുടെ സർക്കാരിൽ നിയമിച്ചത് അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് തുറന്നു പറയൂ. क्या आपके प्रमुख सचिव ने इस कांड के अंदर आरोपी महिला को नकली प्रमाण पत्र के साथ एक महत्वपूर्ण सरकारी योजना में स्थान दिया था या नहीं दिया था? आप जवाब दीजिए, हाँ और ना. നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ പ്രതിക്ക് വ്യാജ ബിരുദത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൽ ഉന്നതമായിട്ടുള്ള പദവി നൽകി എന്നുള്ളത് ശരിയാണോ അല്ലയോ എന്ന് പറയൂ. क्या आप और आपके प्रमुख सचिव विदेश यात्रा में इस महिला को सरकारी खर्चे से साथ में ले गए थे या नहीं ले गए थे? हाँ और ना. നിങ്ങളും നിങ്ങളുടെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിദേശ യാത്രകളിൽ ഈ പറഞ്ഞ സ്ത്രീയെ, ഈ പ്രതിയായിട്ടുള്ള സ്ത്രീയെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ആ വിദേശ യാത്രയിൽ അനുഗമിച്ചിരുന്നുവോ ഇല്ലയോ എന്ന് പറയൂ. ये जो आरोपी महिला है बार बार आपके आधिकारिक मुख्यमंत्री आवास पर क्यों आती थी और जाती थी, वो केरल की जनता जानना चाहती है. आप इसको बताइए, आती थी या नहीं आती थी? हाँ और ना. ഈ പറഞ്ഞ സ്ത്രീ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു നിത്യ സന്ദർശകയായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി പറയണം അത് ശരിയാണോ അല്ലയോ എന്ന്. मित्रों, एयरपोर्ट पर जब अवैध सोना मिला, सीएम ऑफिस ने कस्टम पर दबाव बनाया था या नहीं बनाया था? हाँ और ना. और बनाया था तो क्यों बनाया था? ഈ കള്ളക്കടത്ത് സ്വർണം, ഈ വിമാനത്താവളത്തിൽ കള്ളക്കടത്ത് സ്വർണം പിടികൂടിയപ്പോൾ നിങ്ങളുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കസ്റ്റംസ് അധികാരികളുടെ മുകളിൽ, ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ അനധികൃതമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നുവോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ईडी और कस्टम के अधिकारियों पर हमले डिटेल जांच कराई है क्या? हाँ या ना. ഈ വിഷയത്തെ സംബന്ധിച്ച് ഡയറക്ടറേറ്റും കസ്റ്റംസും അവര് നടത്തിയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണം പുറത്തു വന്നിട്ടുള്ളതല്ലേ എന്നുള്ളത് മുഖ്യമന്ത്രി തുറന്നു പറയണം. मित्रों, एक महत्वपूर्ण साक्ष्य का शंकास्पद मृत्यु हुआ, इसकी जांच आपने कराई? हाँ और ना. ഇതിൽ സംശയാസ്പദമായിട്ടുള്ള ഒരു മരണം, ആ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയോ ഇല്ലയോ എന്ന് തുറന്നു പറയണം. मित्रों, ये सारे सवाल के जवाब सार्वजनिक जीवन में बहुत जरूरी. सार्वजनिक जीवन में जो महत्वपूर्ण पद पर बैठते हैं, जो मुख्यमंत्री जैसे पद पर बैठते हैं, उन्होंने रखनी चाहिए अपने जीवन में. आरोप लगाने से कोई बात समाप्त हो नहीं जाती. आपने आरोप लगाया, इसलिए सार्वजनिक सभा में केरल की जनता और देश की जनता के सामने आज मैंने कुछ सवाल रखे हैं. मैं आशा करता हूं सार्वजनिक जीवन की जो अपेक्षाएं होती है, जो परिपाटी है, उसके अनुरूप कल आप इसका जवाब देंगे. പൊതുജീവിതത്തിൽ സുതാര്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കണം. ഇന്ന് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പദം പോലെയുള്ള ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ആ ഉത്തരവാദിത്തം അങ്ങനെ ഒരാൾക്കുണ്ട്. അതുകൊണ്ട് വെറുതെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നിലവാരമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല. പകരം ഈ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ താങ്കൾ തയ്യാറാണോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. और ये दोनों गठबंधन एलडीएफ और यूडीएफ देश की चिंता नहीं करते, अपनी वोट बैंक की चिंता करते हैं. ഈ രണ്ട് മുന്നണികളും ഈ നാടിനെ അല്ല അവരുടെ ആശങ്ക, അവരവരുടെ വോട്ട് ബാങ്കുകളെ കുറിച്ചാണ് അവരുടെ ആശങ്ക. सीपीआई का एसडीपीआई और पीएफआई से इलू इलू चल रहा है और कांग्रेस पार्टी मुस्लिम लीग को साथ में रखकर चुनाव के मैदान में चढ़ी. कांग्रेस पार्टी को तो मैं समझ ही नहीं सकता.
बंगाल के अंदर कम्युनिस्ट पार्टी के खिलाफ लड़ रहे हैं, यहां पर केरल में कम्युनिस्ट पार्टी के खिलाफ लड़ रहे हैं और बंगाल के अंदर कम्युनिस्ट पार्टी के यहां पर मुस्लिम लीग को आपने साथी बनाया है, बंगाल के अंदर फुरफुरा शरीफ को साथी बनाया है और महाराष्ट्र में शिवसेना को साथी बनाया है। भैया आपकी दिशा क्या है? ഇവിടെ സിപിഎമ്മും കോൺഗ്രസും അവര് വർഗീയ പാർട്ടികളായിട്ടുള്ള എസ്ഡിപിഐയും അതുപോലെയുള്ള വർഗീയ പാർട്ടികളുമായിട്ട് അവർ സഖ്യത്തിലാണ്. കോൺഗ്രസുകാര് മുസ്ലിം ലീഗുമായിട്ട് സഖ്യത്തിലാണ്. കോൺഗ്രസിന്റെ നയം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തില് കോൺഗ്രസ് സിപിഎമ്മിനെതിരായിട്ട് നിലപാടെടുത്തിരിക്കുകയാണ്. ബംഗാളിൽ പോകുമ്പോ സിപിഎമ്മും കോൺഗ്രസും ഒരുമിച്ചാണ്. ഇവിടെ കോൺഗ്രസ് മുസ്ലിം ലീഗുമായിട്ട് കൈകൊടുത്തിരിക്കുകയാണ്. ബംഗാളിൽ ചെല്ലുമ്പോ അവിടെ ഷെരീഫിന്റെ പാർട്ടി, ആ മുസ്ലിം വർഗീയവാദി പാർട്ടി, ആ പാർട്ടിയുമായിട്ട് സഖ്യത്തിലാണ്. പക്ഷെ മഹാരാഷ്ട്രയിൽ ചെല്ലുമ്പോ ശിവസേനയുമായിട്ട് സഖ്യത്തിലാണ്. എന്താ നിങ്ങളുടെ പരിപാടി? എന്താ നിങ്ങളുടെ നയം? ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാക്കാത്ത ഒരു സ്ഥിതിയാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടേത്. पार्टी की सरकार अयप्पा के श्रद्धालुओं पर अत्याचार कर रही थी, तब कांग्रेस चुप बैठी थी. ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അയ്യപ്പ ഭക്തന്മാർക്കെതിരായിട്ട് അതിക്രമങ്ങൾ കാണിച്ചപ്പോ കോൺഗ്രസുകാര് മിണ്ടാവൃതത്തിലായിരുന്നു. चाहे गांव हो या शहर हो, चाहे खेत खलियान हो, चाहे उद्योग हो, चहुमुखी विकास का एक नया मॉडल नरेंद्र मोदी सरकार ने दुनिया के सामने प्रस्तुत किया है. നഗരമാണെങ്കിലും ഗ്രാമമാണെങ്കിലും കൃഷിയിടങ്ങളാണെങ്കിലും വ്യവസായശാലകളാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലും ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും വികസനത്തിന്റെ പുതിയൊരു സന്ദേശം, പുതിയൊരു മാർഗം, ആ മാർഗം വെട്ടി തുറക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാരിന് സാധിച്ചിരിക്കുന്നു. स्टार्टअप पॉलिसी में बदलाव कर कर देश को युवाओं को विश्व के युवाओं के साथ स्पर्धा करने का एक अच्छा प्लेटफॉर्म देने का काम नरेंद्र मोदी सरकार ने किया है. സ്റ്റാർട്ടപ്പുകളുടെ മേഖലയിൽ നയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ആഗോളതലത്തിലുള്ള മത്സരത്തിന്, ആഗോളതലത്തിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കാൻ കഴിയുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ അതിനുള്ള സാഹചര്യം നരേന്ദ്രമോദി സർക്കാർ ഒരുക്കിയിരിക്കുകയാണ്. आत्मनिर्भर भारत का नारा देकर इसके अनुरूप नीतियां पॉलिसियां बनाकर भारत को $5 ट्रिलियन की इकोनॉमी बनाने की दिशा में मोदी जी ने काफी लंबी मजल काटी है. സ്വയം പര്യാപ്തമായിട്ടുള്ള ഭാരതം, ആത്മനിർഭർ ഭാരത് എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നയപരമായിട്ടുള്ള മാറ്റങ്ങൾ അടക്കം കൈക്കൊണ്ടുകൊണ്ട് $5 ട്രില്യൺ അങ്ങനെയുള്ള ഒരു സമ്പദ്ഘടന, ആ സമ്പദ്ഘടന സൃഷ്ടിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്.